എറണാകുളത്തേക്ക് പോകാം. ആദിത്യൻ ഓമനക്കുട്ടൻ അവിടെ നിന്നും ചേരുന്നുണ്ട്. ആദിത്യൻ, മഴ എങ്ങനെയുണ്ട്? ആദിത്യൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് ആ പ്രദേശത്തെ സാഹചര്യം? പൂജ, ചെല്ലാനത്ത് കണ്ണമാലിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ ഇവിടെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കടൽ ഇവിടെ കയറി ഈ വീടുകളിലൊക്കെ വെള്ളം നിറഞ്ഞ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇന്ന് മഴയ്ക്ക് ശമനമുണ്ട്, കടൽക്ഷോഭത്തിനും ശമനമുണ്ട്. പക്ഷേ ഇന്നലത്തെ മഴയും കടൽക്ഷോഭവും ഒക്കെ ബാക്കി വെച്ച ആ ഒരു ദുരിതത്തിന് ഇപ്പോഴും അറുതിയായിട്ടില്ല എന്നുള്ളതാണ്. കൃഷിസ്ഥലങ്ങൾ ഉൾപ്പെടെ ഉപ്പുവെള്ളം കയറി വലിയ ദുരിതത്തിലാണ്. സേവ്യരേട്ടൻ്റെ കൃഷിസ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ വലിയ തോതിലുള്ള നാശം, കൃഷിനാശമാണ് സംഭവിച്ചിരിക്കുന്നത്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഇത് ഞങ്ങൾ കാലാകാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണ്. കൊല്ലങ്ങളായി അനുഭവിക്കുന്നതാണ്. വേണ്ടപ്പെട്ട സംവിധാനങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരാളും ഇതിനകത്ത് ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല. ഇവിടെ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. ശരിക്കും പാർട്ടി പ്രവർത്തനം ഈ രംഗത്തില്ല. ഇവിടെ ഇതുവരെ ഒരു പാർട്ടി മെമ്പർ പോലും വന്ന് നോക്കിയിട്ടില്ല ഇതെന്താണ് ദുരിതാനുഭവിക്കുന്നത്. ഇവിടെ മുഴുവൻ വെള്ളം കയറി അല്ലേ? ഇവിടെ നിറയെ വെള്ളമായിരുന്നു. ഇവിടെ നിറച്ച് വെള്ളമായിരുന്നു. എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 2018 ഞങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ നാശനഷ്ടം വരെ ഉണ്ടായി. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫ്ലോറ്, വീടിൻ്റെ തറകൾ എല്ലാം നാശം ആയിട്ട് ഞങ്ങൾക്ക് വെറും 5000 രൂപ മാത്രമേ തന്നുള്ളൂ. ഈ പ്രാവശ്യം ഇപ്പോൾ ഈ കൃഷി, വാഴയൊക്കെ നശിച്ചു പോകുമല്ലേ ഉപ്പുവെള്ളം കയറിയാൽ? ഇത് ഈ വാഴ, അടക്കാമരം, തെങ്ങ്, ചേമ്പ്, വെച്ചിങ്ങ, പച്ചമുളക് ഒക്കെ നശിച്ചു പോയല്ലേ? ഈ മുതലായവ എല്ലാം ഉണങ്ങിപ്പോവും. ഞങ്ങളിത് കൊല്ലങ്ങളായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാളുകളും ഒരു ഭരണ സംവിധാനവും ഇടപെടുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഒട്ടും സജീവമല്ല. ഞങ്ങൾ നിരന്തരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എവിടെ വരെ കയറിയായിരുന്നു ചേട്ടാ വെള്ളം? ഈ പ്രദേശം ഇപ്പം നിൽക്കുന്ന ലെവലിനേക്കാൾ 2 അടി പൊക്കത്തിലാണ് വെള്ളം നിന്നിരുന്നത്. വെള്ളം ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയും വെള്ളം വരും. ഇന്ന് കടൽ കയറുമ്പോൾ ഈ വെള്ളം വീണ്ടും കയറും. ഉപ്പുവെള്ളമാണ് കയറുന്നത്. എല്ലാ സാധനങ്ങളും ഉണങ്ങി നാശനഷ്ടമായി പോകും. ഞങ്ങൾ കൊല്ലങ്ങളായി കൃഷിമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അഭ്യർത്ഥനയെ മാനിച്ച് ധാരാളം കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇത് നാശനഷ്ടം സംഭവിക്കുന്ന സമയത്ത് ഒരാളും രംഗത്ത് വരുന്നില്ല. ഈ വെള്ളം കയറാതിരിക്കാൻ ഇവിടെ ടെട്രാപോഡ് സ്ഥാപിച്ചിട്ടുണ്ടോ ഈ ഭാഗത്തേക്ക്? ഈ ടെട്രാപോഡ് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഈ കൊല്ലം വരുമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷെ വന്നില്ല. അത് ഏതോ മന്ത്രി ഉറപ്പ് തന്നിരുന്നു എന്ന് മന്ത്രി ഉറപ്പ് തന്നിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വന്നില്ല എന്ന കാരണത്താൽ ഈ പദ്ധതി മുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഉൾപ്പെടെ ഈ പ്രദേശത്തെ ജനങ്ങൾ നാശനഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ നിങ്ങൾ ഇതൊക്കെ ആവശ്യപ്പെട്ടിരുന്നോ? വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു എല്ലാം വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഞങ്ങൾക്ക് ദുരിതം അനുഭവിക്കുന്ന സമയത്താണ് ജനപ്രതിനിധികൾ വരേണ്ടത്. പക്ഷേ വരുന്നില്ല. ജനപ്രതിനിധികൾ ഇതുവരെ ഈ രംഗത്തേക്ക് വന്നിട്ടില്ല. ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. ഗവൺമെൻറ്റിനകത്ത് ഇടപെടണം. ഗവൺമെൻറ് സജീവമായിട്ട് ഇടപെടണം. ഗവൺമെൻറ് ഇടപെടാത്തതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷന് ഇടതുപക്ഷം പരാജയപ്പെട്ടത്. വീണ്ടും പരാജയത്തിലേക്കാണ് പോകുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും അവിടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കണം. ഈ അവസാനം പെയ്ത മഴയിൽ അല്ലെങ്കിൽ കടൽ കയറിയപ്പോൾ ഈ വാഴയൊക്കെ നശിച്ചപ്പോൾ ചേട്ടൻ എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടിയിരുന്നോ? നഷ്ടപരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 2018 വെള്ളം കയറിയപ്പോൾ ഞങ്ങൾക്ക് 5 ലക്ഷത്തി ചില്ലാൻ രൂപയുടെ നാശനഷ്ടം ഉണ്ടായി. വെറുതെ 5000 രൂപ തന്നിട്ട് അത് അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് ഞങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏതാണ്ട് ഒരു 60,000-70,000 രൂപയുടെ നാശനഷ്ടം ഈ സമയത്ത് ഈ കൊല്ലം ഞങ്ങൾക്ക് സംഭവിക്കും. ഈ വാഴയൊക്കെ കേടായി പോകല്ലോ? ഈ വാഴയും പച്ചക്കറി കൃഷികളും എല്ലാം നശിഞ്ഞു പോകും. ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ട് ഞങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാരവും അടുത്ത ഭാവിയിൽ ഈ വെള്ളം കയറാതിരിക്കാനുള്ള സംവിധാനവും ചെയ്തു തരണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. പൂജ, ഇതാണ് കണ്ണമാലിയിലെ സാഹചര്യം. ഉപ്പുവെള്ളം കയറി അത് ഇറങ്ങിയെങ്കിലും ആശ്വാസമായിട്ടില്ല. ഇവിടുത്തെ കർഷകർ ഉൾപ്പെടെയുള്ളവർ വലിയ ദുരിതത്തിലാണ്. ഇപ്പോൾ ഈ ഉപ്പുവെള്ളം കയറുന്ന ഈ വാഴ ഉൾപ്പെടെയുള്ള ഈ വിളകൾ, പച്ചക്കറികളൊക്കെ നശിച്ചു പോകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. കാരണം ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ അവയ്ക്ക് പിന്നീട് വളരാൻ സാധിക്കുന്നതല്ല. അത്തരത്തിൽ വലിയ ദുരിതമാണ്. കഴിഞ്ഞ ഓരോ തവണ മഴ പെയ്യുമ്പോഴും കടൽ കയറുമ്പോഴും ഒക്കെ ഇത്തരത്തിൽ വിളകളിലൊക്കെ ഉപ്പുവെള്ളം കയറി നശിക്കും. പക്ഷേ നഷ്ടപരിഹാരം പോയിട്ട് നയാ പൈസ നൽകുന്നില്ല എന്നാണ് കർഷകർ ആരോപിക്കുന്നത്. മാത്രമല്ല ഈ ടെട്രാപോഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പലയിടങ്ങളിലും ഇപ്പോഴും ടെട്രാപോഡ് എത്തിയിട്ടില്ല. അത് ഉറപ്പ് നൽകി വോട്ട് ചോദിക്കുന്നവർ ഇവിടേക്ക് പിന്നീട് എത്തുന്നില്ല, ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും കടുത്ത അവഗണന തന്നെയാണ് ഈ ചെല്ലാനം കണ്ണമാലി നിവാസികൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏതാനും വീടുകളിലൂടെ സഞ്ചരിക്കുകയാണ്. ഇനിയും തീരത്തോടടുക്കുമ്പോൾ ഇതിലും രൂക്ഷമാണ് അവസ്ഥ എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ വീടുകളിലായി കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും